ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഒരു പുതിയ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സ് പാഠപുസ്തകത്തിലെ 3ാമത്തെ അധ്യായമായിരിക്കുന്ന മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ, ചലനങ്ങളും ചലന നിയമങ്ങളും എന്നുള്ള പാഠഭാഗമാണ്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട 1ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. അപ്പം അതുകൊണ്ട് എല്ലാവരും ക്ലാസ് അവസാനം വരെ സസൂക്ഷ്മം നിരീക്ഷിക്കുക. നമുക്കറിയാം, നമ്മുടെ ചുറ്റും വിവിധ തരത്തിലുള്ള ചലനങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇത്തരം ചലനങ്ങൾ എന്നുള്ളതും അതുപോലെ തന്നെ ആ ചലനങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളുമാണ് ഈ പാഠത്തിൽ നാം പ്രധാനമായും പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഇത്. അപ്പം അതുകൊണ്ട് നല്ല രൂപത്തിൽ എല്ലാവരും അതിനെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പോവുക. ആദ്യമായിട്ട് നാം നോക്കുന്നത് എന്താണ് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആൻഡ് മോഷൻ എന്നുള്ളതാണ്. എന്താണ് ഒരു അസന്തുലിത ബാഹ്യബലം അല്ലെങ്കിൽ ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ഒരു വസ്തു ചലിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. 1ാമത്തെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2 boys are pushing a table towards the same direction from the same side. ഒരു വശത്ത് നിന്ന് 2 കുട്ടികൾ ഒരേ ദിശയിൽ സെയിം ഡയറക്ഷനിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു ടേബിൾ പുഷ് ചെയ്യുന്നു അല്ലെ, ഒരു മേശ തള്ളുന്നതാണ് നമ്മൾ കാണുന്നത്. 1ാമത്തെ കുട്ടി 50 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു മേശ തള്ളുന്നു അല്ലെ. അതേ മേശയെ തന്നെ 2ാമത്തെ കുട്ടി 50 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ആ കുട്ടിയും ആ മേശയെ തള്ളുന്നു. അങ്ങനെയാണെങ്കിൽ ആ മേശ ചലിച്ചിട്ടുണ്ടായിരിക്കുമോ? ഉണ്ടായിരിക്കും അല്ലേ. എങ്ങോട്ടായിരിക്കും? ആ കുട്ടികൾ ഏത് ഭാഗത്തേക്കാണോ ആ മേശ പുഷ് ചെയ്യുന്നത് അതേ ഭാഗത്തിലേക്ക് ആ മേശ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ചലിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ 1ാമത്തെ കുട്ടി കൊടുത്തത് 50 ന്യൂട്ടൺ ആണ്. 2ാമത്തെ കുട്ടി കൊടുത്ത ഫോഴ്സ് എത്രയാ? അതും 50 ന്യൂട്ടൺ ആണ്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് അവിടെ എത്ര ഉണ്ടായിരിക്കും? 50 ന്യൂട്ടൺ പ്ലസ് 50 ന്യൂട്ടൺ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 100 ന്യൂട്ടൺ. അപ്പോൾ അതുകൊണ്ട് ആ ടേബിൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അവർ ഏത് ഭാഗത്തേക്കാണോ തള്ളുന്നത് ആ ഭാഗത്തിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ആ ടേബിൾ മൂവ് ചെയ്തിട്ട് ഉണ്ടായിരിക്കും. 2ാമത്തെ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നോക്കുക. 2 boys are pushing the table from opposite sides with equal force. 2 കുട്ടികൾ എതിർ ദിശകളിൽ നിന്ന് തുല്യ ബലം ഉപയോഗിച്ച് മേശ തള്ളുന്നു. 1ാമത്തെ കുട്ടി 50 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തിട്ട് ഒരു ഭാഗത്തേക്ക് ഉന്തുമ്പോൾ മറ്റേ കുട്ടി എന്താ ചെയ്യുന്നത്, അതേ ഈക്വൽ ആയിട്ടുള്ള 50 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തിട്ട് എതിർ ദിശയിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങോട്ടും തള്ളുന്നു അല്ലേ. അപ്പം എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? ആ മേശയ്ക്ക് വല്ല ചലനവും സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ? ഇല്ല അല്ലേ. എന്താ കൊടുക്കുന്നത്? ഇങ്ങോട്ട് 50 ന്യൂട്ടൺ കൊടുക്കുമ്പോൾ മറിച്ച് അങ്ങോട്ട് തന്നെ വീണ്ടും 50 ന്യൂട്ടൺ തിരിച്ചു വരുന്നു അല്ലേ. അപ്പോൾ അവിടെ ടോട്ടൽ ഫോഴ്സ് എത്രയായിരിക്കും? 50. അപ്പം നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരു ദിശയിലേക്കുള്ളതിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ മറ്റുള്ള ദിശയിൽ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ 50 മൈനസ് 50 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഇവിടെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആകെ ബലം അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് പരിണിത ബലം എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. അപ്പം അതുകൊണ്ട് ഈ മേശ ചലിച്ചിട്ടുണ്ടായിരിക്കുമോ? ഇല്ല. ഇനി 3ാമത്തെ കേസ് ശ്രദ്ധിക്കുക. 2 persons are pushing the table from opposite sides with unequal force. 2 കുട്ടികൾ ഒരു ടേബിളിനെ പുഷ് ചെയ്യുന്നു, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ചെയ്യുന്നു. പക്ഷേ അവിടെ കൊടുക്കുന്നത് എന്താണ്? അൺഈക്വൽ ഫോഴ്സ് ആണ്. ഒരു വലിയ ആളും ഒരു ചെറിയ കുട്ടിയുമാണ് തള്ളുന്നത്. അപ്പം നമുക്കറിയാം വലിയൊരാൾക്ക് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ 1ാമത്തെ ആ വലിയ ആള് F1 എന്ന് പറയുന്നത് 80 ന്യൂട്ടൺ ആണ്. അയാൾ കൊടുക്കുന്ന ഫോഴ്സ് 80 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാൽ കുട്ടിക്ക് അത്ര തന്നെ
കഴിയുന്നുണ്ടോ കൊടുക്കാനായിട്ട്? ഇല്ല അല്ലേ? എത്ര കൊടുക്കുന്നത്? 40 ന്യൂട്ടൺ ആണ്. അപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയായിരിക്കും? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി 80 മൈനസ് 40 ദാറ്റ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് എത്രയായിരിക്കും? യെസ്, 40 ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ മേശ തള്ളിയിട്ട് അത് പോയിട്ടുണ്ടായിരിക്കോ? യെസ്, ആ മേശ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? മൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഏത് ഭാഗത്തിലേക്ക്? ഒന്നാമത്തെ ആള് ഏത് ഭാഗത്തിലേക്കാണോ തള്ളുന്നത് ആ ഭാഗത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ആ ടേബിള് മൂവ് ചെയ്തിട്ട് ഉണ്ടായിരിക്കും. ഇനി അടുത്ത ശ്രദ്ധിക്കുക. ഇവിടെ എന്താ? നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഗുസ്തി മത്സരമാണ് നടക്കുന്നത് അല്ലേ? When equal forces are applied in arm wrestling. ഓക്കെ, അപ്പോൾ ഗുസ്തി മത്സരത്തിൽ ഈക്വൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ആരെങ്കിലും അവിടെ ജയിക്കുമോ? ഇല്ല അല്ലേ? എന്താ? ഒന്നാമത്തെ ആൾ കൊടുക്കുന്നത് എത്രയാണ്? 120 ന്യൂട്ടൺ ആണ്. രണ്ടാമത്തെ ആൾ കൊടുക്കുന്നതും സെയിം ആയിട്ടുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 120 ന്യൂട്ടൺ ആണ്. അവിടെ ആരും വിജയിക്കാത്ത ഒരു അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി അടുത്ത ചിത്രം ശ്രദ്ധിക്കുക. ഓണത്തിനൊക്കെ നമ്മൾ കളിക്കുന്ന വലിയൊരു കളിയാണ് ഇത്, വടംവലി മത്സരം അല്ലേ? വളരെ ആവേശകരമായിരിക്കുന്ന ഒരു മത്സരമായിരിക്കും. ഇവിടെ എന്തുണ്ടായിരിക്കും? 2 ടീമുകൾ ഉണ്ടായിരിക്കും. ആ 2 ടീമുകൾ ഇവിടെ നോക്കുക. ഒന്നാമത്തെ ടീം കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 40 ന്യൂട്ടൺ ആണ്. രണ്ടാമത്തെ ടീം കൊടുത്തതോ 300 ന്യൂട്ടൺ ആണ്. ഏത് ടീമായിരിക്കും ജയിച്ചിട്ടുണ്ടായിരിക്കുക? യെസ്, ഫസ്റ്റത്തെ ടീമായിരിക്കും ജയിച്ചിട്ടുണ്ടായിരിക്കുക അല്ലേ? അവരാണ് കൂടുതൽ ഫോഴ്സ് കൊടുത്തത്. അപ്പോൾ അവരുടെ ഭാഗത്തേക്ക് വടം എന്ത് ചെയ്യും? വലിയും. അങ്ങനെ അവരെന്ത് ചെയ്യും? ജയിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ കണ്ട 5 സന്ദർഭങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തേൽ നമ്മൾ കണ്ടു ബോയ്സ് ആർ പുഷിങ് എ ടേബിൾ ടുവേർഡ്സ് ദ സെയിം ഡയറക്ഷൻ ഫ്രം ദ സെയിം സൈഡ്. സോ നമുക്ക് പറയാൻ പറ്റും, ആ ടേബിളിൽ നിങ്ങൾ നോക്കുക. ഒന്നാമത്തെ ഫിഗറിൽ F1 എന്ന് പറയുന്നത് 50 ന്യൂട്ടൺ ആയിരുന്നു. F2 എന്ന് പറയുന്നതും 50 ന്യൂട്ടൺ ആണ്. അപ്പോൾ ടോട്ടൽ ഫോഴ്സോ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 50 + 50 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 100. രണ്ടാമത്തെ കേസ് എന്തായിരുന്നു? 2 boys are pushing the table from opposite sides with equal force അല്ലേ? ഒരു സൈഡിൽ നിന്ന് 50 കൊടുക്കുന്നു, മറ്റേ സൈഡിൽ നിന്ന് സെയിം 50 ഫോഴ്സ് ഇങ്ങോട്ടും വരുന്നു. അപ്പോൾ അവിടെ റിസൾട്ടന്റ് ഫോഴ്സ് എത്രയായിരിക്കും? യെസ്, 0 ആയിരിക്കും. തേർഡ് കേസ്, persons are pushing the table from opposite sides with unequal force. അതായത് ഒന്നാമത്തെ ആള് 80 ന്യൂട്ടൺ കൊടുത്തു, ആ കുട്ടി കൊടുത്തത് എത്രയായിരുന്നു? 40 ന്യൂട്ടൺ ആയിരുന്നു. സോ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 80 മൈനസ് 40 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 40. നാലാമത്തെ കേസ്, when equal forces are applied in arm wrestling. ഓക്കെ, നമ്മൾ കണ്ടു 120 ന്യൂട്ടൺ ഒന്നാമത്തെ ആൾ കൊടുത്തു, രണ്ടാമത്തെ ആളും 120 ന്യൂട്ടൺ കൊടുത്തു. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് എത്രയായിരിക്കും? അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയത് കാരണം റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. അഞ്ചാമത്തെ കേസിൽ നമ്മുടെ വടംവലിയുടെ കേസിൽ കണ്ടു അല്ലേ? ഫസ്റ്റത്തെ ടീം എന്ത് ചെയ്തു? ജയിച്ചു. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ടീം കൊടുത്തത് 400 ന്യൂട്ടൺ ആയിരുന്നു, സെക്കൻഡ് ടീം കൊടുത്തതോ 300 ന്യൂട്ടൺ. സോ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 400 മൈനസ് 300 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 100 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ in which of the situation depicted in the figures did the total applied force become 0? ഏതെല്ലാം ചിത്രങ്ങളിലെ സന്ദർഭങ്ങളിലാണ് വസ്തുവിൽ പ്രയോഗിക്കപ്പെട്ട ആകെ ഫലം 0 യെസ്, രണ്ടാമത്തെ ചിത്രത്തിലും അതുപോലെ തന്നെ നാലാമത്തെ ചിത്രത്തിലും. അങ്ങനെയാണെങ്കിൽ ഡസ് ദ ബോഡി മൂവ് ഇൻ ഓൾ ദീസ് സിറ്റുവേഷൻസ്? അപ്പോഴെല്ലാം ആ വസ്തുവിന് ചലനം സംഭവിച്ചോ? ഇല്ല അല്ലേ? ഓക്കെ, നോ. സച്ച് ഫോഴ്സസ് ആർ കോൾഡ് ബാലൻസ്ഡ് ഫോഴ്സസ്. ഇത്തരം ബലങ്ങളെയാണ് നാം സന്തുലിത ബലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിനെ ഡെഫിനിഷനായിട്ട് എങ്ങനെ പറയാം? ഇഫ് ദ ടോട്ടൽ ഫോഴ്സ് ഓർ ദ റിസൾട്ടന്റ് ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് 0, ദ അപ്ലൈഡ് ഫോഴ്സസ് ആർ കോൾഡ് ബാലൻസ്ഡ് ഫോഴ്സസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ദ total force or the resultant force on a body is 0, the applied forces are called
ബാലൻസ്ഡ് ഫോഴ്സസ്. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണിത ബലം പൂജ്യമെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ നാം സന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നു. Such forces can neither move a body at rest nor stop a body in motion. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ അല്ലെങ്കിൽ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ സാധിക്കില്ല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ബാലൻസ്ഡ് ഫോഴ്സസ്? ഓക്കെ, അപ്പോൾ if the total force or the resultant force on a body is zero, the applied forces are called balanced forces. അത്തരം ബലങ്ങളെ, അത്തരം ഫോഴ്സുകളുടെ പ്രത്യേകത എന്താണ്? Such forces can neither move a body at rest nor stop a body in motion. Next, find out the situations where the resultant force is not zero. പരിണിത ബലം പൂജ്യമല്ലാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? യെസ്, ഒന്നാമത്തെ കേസ്, അതുപോലെ തന്നെ മൂന്നാമത്തെ കേസ്, അതുപോലെ തന്നെ അഞ്ചാമത്തെ കേസ്. ഇവിടെ ഒക്കെ ടോട്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സീറോ ആണോ? അല്ല. ഡു ദ ഒബ്ജെക്ട്സ് മൂവ് ഇൻ സച്ച് സിറ്റുവേഷൻസ്? ഇത്തരം സന്ദർഭങ്ങളിൽ വസ്തുക്കൾക്ക് ചലനം സംഭവിച്ചോ? യെസ്, അതെ അല്ലേ. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ വസ്തുക്കൾക്ക് എന്ത് സംഭവിച്ചു? ചലനം സംഭവിച്ചു. ആ ഒരു വസ്തു എന്ത് ചെയ്യാൻ തുടങ്ങി? മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അത്തരം അവിടെ പ്രയോഗിക്കപ്പെടുന്ന അത്തരം ബലങ്ങളെയാണ് നാം പറയുന്നത് അൺബാലൻസ്ഡ് ഫോഴ്സസ്. എന്താ പറയുക? അൺബാലൻസ്ഡ് ഫോഴ്സസ് അല്ലെങ്കിൽ അസന്തുലിത ബലം. സച്ച് ഫോഴ്സസ് ആർ കോൾഡ് അൺബാലൻസ്ഡ് ഫോഴ്സസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഒന്നും കൂടെ പറയാം. ഇഫ് ദ ടോട്ടൽ ഫോഴ്സ് ഓർ ദ റിസൾട്ടന്റ് ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് നോട്ട് സീറോ, ദ അപ്ലൈഡ് ഫോഴ്സസ് ആർ കോൾഡ് അൺബാലൻസ്ഡ് ഫോഴ്സസ്. ഇനി അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? സച്ച് ഫോഴ്സസ് ക്യാൻ മൂവ് എ ബോഡി ആൻഡ് സ്റ്റോപ്പ് എ ബോഡി ഇൻ മോഷൻ. അപ്പോൾ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അല്ലെങ്കിൽ പരിണിത ബലം പൂജ്യമല്ലെങ്കിൽ പ്രയോഗിക്കപ്പെട്ട അത്തരം ബലങ്ങളെയാണ് നാം എന്ത് പറയുക? അസന്തുലിത ബലം അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുക. ഇനി അത്തരം ബലങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുക്കളെ ചലിപ്പിക്കാനും അതുപോലെ തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും കഴിയും. ഇനി നാം വേറെ ഒരു പരീക്ഷണത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരു മേശ എടുത്തിട്ടുണ്ട് അല്ലേ. ആ മേശയുടെ രണ്ടറ്റങ്ങളിൽ ഓരോ കപ്പി നാം ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്നാമത്തെ സൈഡിലും രണ്ടാമത്തെ സൈഡിലും നാം എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ കപ്പി നമ്മൾ ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുഭാഗത്തായിട്ട് നാം എന്തെടുത്തിട്ടുണ്ട്? ഒരു മരക്കട്ട എടുത്തിട്ടുണ്ട്. ആ മരക്കട്ടയുടെ രണ്ടഗ്രത്തും കെട്ടിയ ചരടുകൾ കപ്പികളിലൂടെ കടത്തിയിട്ട് അവയുടെ അഗ്രങ്ങളിൽ നാം ഈക്വൽ ആയിട്ടുള്ള വെയിറ്റ് നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ട് സൈഡിലും നിങ്ങൾക്ക് കാണാൻ പറ്റും 200 ഗ്രാം ആണ്. ഒന്നാമത്തെ സൈഡിലും രണ്ടാമത്തെ സൈഡിലും 200 ഗ്രാം ആണ്. തട്ടുകളിൽ ഭാരം വയ്ക്കുന്നതിനനുസരിച്ചിട്ട് മരക്കട്ടയുടെ ചലനത്തെയും അതിൽ അനുഭവപ്പെടുന്ന ബലത്തെയും സംബന്ധിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. When equal weights are suspended on either sides, is the force on the wooden block balanced or unbalanced? തട്ടുകളിൽ തുല്യഭാരം വെക്കുമ്പോൾ മരക്കട്ടയിൽ അനുഭവപ്പെടുന്ന ബലം സന്തുലിതമാവോ അസന്തുലിതമാവോ? ഈക്വൽ വെയ്റ്റ്സ് ആണ് രണ്ടിടത്തും കൊടുക്കുന്നത്. അപ്പോൾ അത് ബാലൻസ്ഡ് ആയിരിക്കും അൺബാലൻസ്ഡ് ആയിരിക്കോ? യെസ്, നമുക്ക് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും അത് ബാലൻസ്ഡ് ആയിരിക്കും. Will the wooden block move in the above situation? മേൽ പറഞ്ഞ സന്ദർഭത്തിൽ ആ മരക്കട്ടയ്ക്ക് വല്ല ചലനവും സംഭവിക്കുമോ? ഇല്ല അല്ലേ? നോ. Add more weights to one side. Is the force balanced or unbalanced? No. Is there any movement for the wooden block? ഇനി ആ മരക്കട്ടയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു തട്ടിലെ ഭാരം നാം വർദ്ധിപ്പിക്കുമ്പോൾ അവിടെ അത് എന്തായിട്ട് മാറും? അത് ബാലൻസ്ഡ് ആയിരിക്കും അൺബാലൻസ്ഡ് ആയിരിക്കോ? യെസ്, അവിടെ എന്തായിരിക്കും? അൺബാലൻസ്ഡ് ആയിരിക്കും.
ഓക്കെ, ആ കേസിൽ അവിടെ ആ വുഡൻ ബ്ലോക്ക് മൂവ് ചെയ്യോ? യെസ്, അവിടെ എന്ത് ചെയ്യും? ആ വുഡൻ ബ്ലോക്ക് അവിടെ നിന്നും മൂവ് ചെയ്യും. If more weights are added gradually, what will be the changes in the speed of motion of the wooden block? Increases or decreases? ക്രമേണ തട്ടിലെ ഭാരം നാം വർദ്ധിപ്പിച്ചാൽ ആ കട്ടയുടെ ചലനവേഗത്തിന് ആ ചലനവേഗത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുക? അപ്പം നമ്മൾ കൂടുതൽ വെയിറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ വുഡൻ ബ്ലോക്കിൻ്റെ സ്പീഡ് ഓഫ് മോഷൻ എന്തായിരിക്കും? യെസ്, ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. By gradually increasing weight to the side having lower weight, can you change the present direction of motion of the wooden block? കുറഞ്ഞ ഭാരമുള്ള തട്ടിൽ ഭാരം ക്രമേണ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മരക്കട്ടയുടെ ഇപ്പോഴുള്ള ചലനദിശ, അതിൻ്റെ പ്രസൻറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ നമുക്ക് മാറ്റാൻ കഴിയുമോ? യെസ്, തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അപ്പോൾ കുറഞ്ഞ ഭാരമുള്ള തട്ടിൽ നമ്മൾ ക്രമേണയായിട്ട് നമ്മൾ ഭാരം വർദ്ധിപ്പിച്ചാൽ നമുക്ക് ആ മരക്കട്ടയുടെ അപ്പോഴുള്ള ആ പ്രസൻറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, when an unbalanced force is applied on a body, there will be a change in its state of rest or the direction of motion or speed. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. when an unbalanced force is applied on a body, ഒരു വസ്തുവിൽ അസന്തുലിത ബലം പ്രയോഗിക്കുമ്പോൾ എന്താണ്? there will be a change in its state of rest or the direction of motion or speed. അപ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ചലനദിശക്കോ വേഗത്തിനോ മാറ്റം വരികയും ചെയ്യുന്നു. നമ്മൾ എന്താ കണ്ടത്? when an unbalanced force is applied on a body, there will be a change in its state of rest or the direction of motion or speed. യെസ്, ഇപ്പോൾ നാം കണ്ടു ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ക്യാൻ കോസ് മോഷൻ, അല്ലേ? ഒരു അസന്തുലിത ബലം എന്തുണ്ടാക്കുന്നുണ്ട്? യെസ്, ചലനം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ എല്ലാ അസന്തുലിത ബലങ്ങളും ചലനം ഉണ്ടാക്കുന്നുണ്ടോ? നമുക്കൊന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു ചിത്രം കാണാനായിട്ട് സാധിക്കും. വാട്ട് വിൽ ബി ദ റിസൾട്ട് വെൻ എ മാൻ ട്രൈസ് ടു മൂവ് എ വെഹിക്കിൾ ബൈ പുഷിംഗ് ഇറ്റ് സ്റ്റാൻഡിങ് ഇൻസൈഡ് ദ വെഹിക്കിൾ? ഒരു വാഹനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആ വാഹനത്തെ ഒരാൾ തള്ളി നീക്കുന്നു, അല്ലേ? എന്തായിരിക്കും ഫലം? ദ വെഹിക്കിൾ മൂവ്സ് ഓർ ദ വെഹിക്കിൾ ഡസ് നോട്ട് മൂവ്. നമുക്കറിയുന്ന ഒരു സന്ദർഭമാണ്. നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇരുന്നിട്ട് ആ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എത്ര ഇരുന്നിട്ട് അതിനെ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാലും ആ വെഹിക്കിൾ മൂവ് ചെയ്യോ? ഇല്ല, അല്ലേ? ദ വെഹിക്കിൾ ഡസ് നോട്ട് മൂവ്. ഇനി what if the same vehicle is pushed from outside? Yes, the vehicle moves. അല്ലേ? ഇനി നമുക്ക് ആ വാഹനത്തെ നമ്മൾ പുറത്തിറങ്ങി തള്ളിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് ആ വെഹിക്കിള് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, internal forces cannot move an object, but only an external unbalanced force can cause motion. അപ്പോൾ ഒരു ഇൻറ്റേർണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ നാം ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്, ആ പോയിന്റ് വളരെയധികം ശ്രദ്ധിക്കണം, എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻ കോസ് മോഷൻ, ആ വസ്തുവിനെ നമുക്ക് ചലിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആന്തരിക ബലങ്ങൾക്ക് വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരു വസ്തു ചലിക്കണമെങ്കിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കേണ്ടതായിട്ട് വരും.
Does a body need and balance the external force for it to continue in the state of uniform motion along a straight line? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖാ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമാണോ? ഓക്കെ, നമുക്ക് നോക്കാം. The scientist Galileo conducted studies on this topic and explained it's based on his experiments and observations. ഗലീലിയോ എന്ന ശാസ്ത്രജ്ഞൻ ഈ വിഷയത്തിൽ ഒരു പഠനം നടത്തുകയും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അത് വിശദീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് എന്തൊക്കെയാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത്, എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. Dear students, Galileo Galilei performed some experiments on an object in motion. Newton studied the observations of Galileo's experiment and presented 3 laws of motion. Here we are going to discuss in detail about Galileo's experiments and discovery of first law of motion. Galileo observed the motion of objects on an inclined plane. When ball is rolled down from inclined plane, velocity of ball increases. When ball rolls up, its velocity decreases. In case of doubly inclined plane, the ball released from one end rolls down the plane and then again climbs up the other plane. If angle of inclination of both plane is equal, then distance travelled by ball in second plane will be same as distance travelled in first plane. Also, height travelled on both planes is same. Now consider another case where angle of inclination of second plane decreases. In this case, ball travels larger distance to reach original height. With further decrease in angle of inclination, there is an increase in distance. So, a situation comes where angle of inclination becomes 0. The ball will continue to travel in same straight path, trying to reach same height. Practically, this situation proves false because the frictional force of surface opposes motion of ball and allows it to stop after a while. Friction can be reduced up to an extent if surface is smooth or surface is covered with smooth substances like oil. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ കണ്ടു, മിനുസമുള്ള രണ്ട് പ്രതലങ്ങളെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, തുല്യ ചെരിവ് വരുന്ന രീതിയിൽ എന്ത് ചെയ്തിരിക്കുന്നു, ക്രമീകരിച്ചിരിക്കുന്നു. എന്നിട്ട് ഒരു നിശ്ചിത ഉയരത്തിൽ നിന്ന് ഒരു ബോൾ നമ്മൾ ഉരുട്ടിവിടുന്നു. അപ്പോൾ ആ ബോള് താഴെ എത്തുമ്പോൾ അതിനൊരു ഒരു പെർട്ടിക്കുലർ സ്പീഡ് അതിനെന്ത് ചെയ്യുന്നു, കിട്ടുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ് സ്പീഡ് വെൻ ഇറ്റ് റോൾസ് അപ്വേർഡ് അലോങ് ദ സെക്കൻഡ് സർഫസ്? അപ്പോൾ എന്തായിരിക്കും, രണ്ടാമത്തെ പ്രതലത്തിലൂടെ അത് ഉരുണ്ട് കയറുമ്പോൾ ബോളിൻ്റെ വേഗത്തിന് എന്ത് മാറ്റമാണ് സംഭവിച്ചത്? യെസ്, എന്ത് ചെയ്തു, അതിൻ്റെ സ്പീഡ് കുറയുന്നതായിട്ട് നമ്മൾ കണ്ടു. What do you observe when the slope of this surface is reduced? ഈ പ്രതലത്തിൻ്റെ ചെരിവ് കുറച്ചാൽ എന്താ നമ്മൾ കണ്ടത്? യെസ്, ആ ബോള് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്നു അല്ലേ, കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. The ball reaches the same height every time the slope is reduced. Doesn't this mean that the ball will have to travel a longer distance at a slope is reduced? അപ്പോൾ ചെരിവ് കുറക്കുന്ന ഓരോ സന്ദർഭത്തിലും പന്ത് ഒരേ ഉയരത്തിൽ എത്തുമെന്നതിനാൽ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വന്നുവല്ലോ. അതേലെ നമ്മൾ കണ്ടു, കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വന്നു. Doesn't the ball have to move infinitely when the surface is made of horizontal? That means when the slope is 0, in that case, would not the motion of the ball continue indefinitely? അങ്ങനെയാണെങ്കിൽ പ്രതലം തിരശ്ചീനമാക്കുമ്പോൾ അഥവാ ചെരിവ് 0 പന്തിൻ്റെ ചലനം അനന്തമായി നീളുകയില്ലേ?
യെസ്, അനന്തമായിട്ട് അത് നീളും, കണ്ടിന്യൂ ചെയ്യും ഇൻഡെഫിനിറ്റ് ആയിട്ട്. ഇൻ ദ എക്സ്പെരിമെൻറ്റ് ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ ബോൾ comes to rest instead of continuing its state of motion indefinitely. എന്നാൽ പ്രായോഗിക തലത്തിൽ പന്തിൻ്റെ ചലനം അനന്തമായി തുടരുന്നതിന് പകരം അത് നിലക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ സ്ലോപ്പ് 0 ആണെങ്കിൽ അതെന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വിച്ച് ഈസ് ദ ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദിസ്? ഇതിന് കാരണമായിരിക്കുന്ന ബലം ഏതാണ്? യെസ്, നമുക്കെല്ലാവർക്കും അറിയാം. ഏതാ? യെസ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, ഘർഷണ ബലമായിരിക്കും അതിന് കാരണം. അങ്ങനെയാണെങ്കിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ദിസ് ഫോഴ്സ് ദ ബോൾ വുഡ് ഹാവ് കണ്ടിന്യൂഡ് ഇൻഡെഫിനിറ്റ്ലി ഇൻ ഇറ്റ്സ് യൂണിഫോം മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഈ ബലം ഇല്ലായിരുന്നെങ്കിൽ ആ പന്ത് അനന്തമായി നേർരേഖാ സമചലനത്തിൽ തന്നെ തുടരുമായിരുന്നില്ലേ? യെസ്, ഒരു സംശയവുമില്ല, നമുക്ക് പറയാൻ പറ്റും ആ പന്ത് അനന്തമായിട്ട് നേർരേഖാ സമചലനത്തിലൂടെ തുടരുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, എ ബോഡി ഇൻ മോഷൻ ഡസ് നോട്ട് നീഡ് ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഫോർ ഇറ്റ് ടു കണ്ടിന്യൂ ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെക്റ്റിലീനിയർ യൂണിഫോം മോഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗലീലിയോ അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് കിട്ടിയ നിരീക്ഷണമാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. എ ബോഡി ഇൻ മോഷൻ ഡസ് നോട്ട് നീഡ് ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഫോർ ഇറ്റ് ടു കണ്ടിന്യൂ ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെക്റ്റിലീനിയർ യൂണിഫോം മോഷൻ. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖാ സമചലനത്തിൽ തുടരുന്നതിന് ഒരു അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. ന്യൂട്ടൺ ഫോർമുലേറ്റഡ് ഹിസ് ലോസ് ഓഫ് മോഷൻ ആസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് ഗലീലിയോസ് ഒബ്സർവേഷൻ. അപ്പോൾ ഗലീലിയോയുടെ നിരീക്ഷണങ്ങളുടെ തുടർച്ചയെന്നോണമാണ് ന്യൂട്ടൺ പുതിയതായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ ചലന നിയമങ്ങളും ആവിഷ്കരിച്ചത്. ഇനി നാം നോക്കുന്നത് എന്താണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് നാം നോക്കുന്നത് എന്താണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ നിശ്ചല ജഡത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ നിശ്ചല ജഡത്വം എന്താ എന്നുള്ളത് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ ഒരു വെള്ളം നിറച്ച ഒരു ബോട്ടിലാണ്. ആ ബോട്ടിൽ ഒരു പേപ്പറിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത് അല്ലേ. ആ പേപ്പറിൻ്റെ പ്രത്യേകത അത് കട്ടിയുള്ളതും പരുപരുത്തതുമാണ്. ഓക്കെ, ഇനി ആ പേപ്പറിനെ നമ്മൾ ഒരു വശത്തേക്ക് വേഗത്തിൽ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും? ഓക്കെ, ആ ബോട്ടിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും? വീഴുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ പേപ്പർ വലിക്കുന്നതിന് മുന്നേ ആ ബോട്ടിൽ ഏതവസ്ഥയിലായിരുന്നു? ഓക്കെ, നിശ്ചലാവസ്ഥയിലായിരുന്നു അല്ലേ, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലായിരുന്നു. എന്നാൽ പേപ്പർ വലിക്കുമ്പോൾ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം എന്ത് ചെയ്യുന്നു? നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്ന പ്രവണത എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു. അത് ആ ഒരു അവസ്ഥയിൽ തന്നെ ആ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ തന്നെ തുടരുന്നതിനുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത്. എന്നാൽ ബോട്ടിലിൻ്റെ അടിഭാഗം എന്ത് ചെയ്യുന്നു? അത് മോഷൻ അല്ലേ, ചലനാവസ്ഥ പ്രാപിക്കുന്നത് കാണുന്നു. അതെന്തുകൊണ്ടായിരിക്കും? യെസ്, ആ പേപ്പറും ബോട്ടിലും തമ്മിലുള്ള ഘർഷണ ബലം കൊണ്ടായിരിക്കും. ഇനി നാം ഈ ഒരു പരീക്ഷണം ചെയ്തത് ഒരു മിനുസമുള്ള ഒരു പേപ്പറാണ് എന്നുണ്ടെങ്കിൽ എന്ത് കാണാൻ പറ്റും? ആ ബോട്ടിൽ അവിടെ നിശ്ചലാവസ്ഥയിൽ തന്നെ ഇരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പെർട്ടിക്കുലർ ടെൻഡൻസിയെ പറയുന്ന പേരാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ നിശ്ചല ജഡത്വം എന്നുള്ളത്. അതായത് inertia of rest is the tendency of a body to remain in its state of rest or its inability to change its state of rest by itself. അതായത് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയെ അഥവാ നിശ്ചലാവസ്ഥക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെയാണ് നിശ്ചല ജഡത്വം എന്ന് നാം പറയുന്നത്.
ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും ഈ നിശ്ചല ജഡത്വം തെളിയിക്കുന്നതിനുള്ള ഒരു പരീക്ഷണം എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഇപ്പം നമ്മൾ കണ്ട പരീക്ഷണമാണ്. അപ്പോൾ പ്ലേസ് എ ബോട്ടിൽ ഫിൽഡ് വിത്ത് വാട്ടർ ഓൺ എ തിക്ക് റഫ് പേപ്പർ ആസ് ഷോൺ. Pull the paper suddenly to one side. The bottle falls in the opposite direction to the motion of paper. This is because of inertia of rest. ഇനി ഇതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. നമ്മളെപ്പോഴും യാത്ര ചെയ്യാറുള്ളവരാണ്. ഇപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ് നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് നിന്ന് പെട്ടെന്ന് ബസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സംഭവിക്കാറുണ്ട്? യെസ്, നമ്മൾ പിറകിലോട്ടൊന്ന് വീഴാറുണ്ട് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത്? inertia of rest കാരണമാണ്. Okay, when a bus at a rest starts suddenly, the standing passengers fall backward due to inertia of rest. ഇനി ഇവിടെ നാം കാണുന്നത് എന്താ? കുറച്ച് ക്യാരം ബോർഡ് കോയിനുകൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ക്രമത്തിൽ വെച്ചിട്ടുണ്ട് അല്ലേ. എന്നിട്ട് എന്താ ചെയ്തത്? ഒരു സ്ട്രൈക്കർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഏറ്റവും അടിയിലുള്ള കോയിനെ തട്ടിത്തെറിപ്പിക്കുന്നു. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? അടിയിലെ കോയിന് മാത്രം തെറിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ബാക്കിയുള്ളതൊക്കെ അതേ രൂപത്തിൽ അവിടെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ഇതിന് കാരണവും നമ്മൾ പഠിച്ചു വെച്ച് നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞൂടെ? എന്തായിരിക്കും? യെസ്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. അപ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ അതേ അവസ്ഥയിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത്. ഇനി നാം വേറെ ഒരു സംഭവമാണ് കാണുന്നത്, ഇനേർഷ്യ ഓഫ് മോഷൻ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഇനേർഷ്യ ഓഫ് മോഷൻ എന്നുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പരീക്ഷണത്തിൻ്റെ മാതിരിയുള്ള വേറൊരു പരീക്ഷണമാണ്. അവിടെ നമ്മൾ ബോട്ടിൽ പരുപരുത്തതും കട്ടി കൂടിയതുമായ ഒരു പേപ്പറിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പേപ്പർ നമ്മൾ സാവധാനം വലിച്ചുകൊണ്ട് ബോട്ടിൽ നാം ചലനാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. പെട്ടെന്ന് നമ്മൾ വളരെ വേഗം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു നിശ്ചിത വേഗം എത്തുമ്പോൾ നമ്മൾ പേപ്പർ വലിക്കുന്നത് നിർത്തുന്നു. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ കേസിൽ പേപ്പർ വലിക്കുന്നതിന് മുന്നേ ബോട്ടിൽ ഏതവസ്ഥയിലായിരുന്നു? യെസ്, ചലനാവസ്ഥയിലായിരുന്നു അല്ലേ. അപ്പോൾ ഈ പേപ്പർ വലിക്കുന്നത് നാം നിർത്തുമ്പോൾ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ഏതവസ്ഥയിൽ തന്നെ തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും? യെസ്, ചലനാവസ്ഥയിൽ അല്ലേ, സ്റ്റേറ്റ് ഓഫ് മോഷനിൽ തന്നെ തുടരുന്നതായിട്ട് കാണാൻ പറ്റും. എന്നാൽ ബോട്ടിലിൻ്റെ താഴ്ഭാഗം എന്ത് പ്രാപിക്കുന്നുണ്ട്? യെസ്, നിശ്ചലാവസ്ഥ പ്രാപിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഘർഷണബലം കാരണമാണ്. ഓക്കെ, ഇനി നാം ഒരു മിനുസമുള്ള പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഈ പരീക്ഷണം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് കാണാനായിട്ട് സാധിക്കും? യെസ്, അത് ചലനാവസ്ഥ തുടരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണം എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ എത്ര എഴുതിയാൽ മതി? പ്ലേസ് എ ബോട്ടിൽ ഓൺ എ തിക്ക് പേപ്പർ വിത്ത് റഫ് സർഫസ്. Bring the bottle into motion by pulling the paper slowly. Gradually increase the speed of pulling. Stop pulling when the bottle gains a certain speed. The bottle falls in the direction of motion of the paper due to inertia of motion of the bottle. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും inertia of motion is defined as the inability of a body to change its state of motion itself. അപ്പോൾ എന്താ നമുക്ക് പറയാൻ പറ്റും? ഒരു ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിൻ്റെ ചലനാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയെ നാം വിളിക്കുന്ന പേരാണ് എന്ത്? ചലന ജഡത്വം. എന്താ വിളിക്കുന്നത്? ചലന ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് മോഷൻ. അപ്പോൾ ഇതെല്ലാം ഒരു ഉദാഹരണം നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ കാണാൻ പറ്റും അല്ലേ. എന്താ, ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും? യെസ്, മുന്നിലോട്ട് മറിയുന്നതായിട്ട് കാണാൻ പറ്റും. അതിനുള്ള കാരണം എന്താണ്? യെസ്, ഇനേർഷ്യ ഓഫ് motion. അപ്പോൾ എന്താണ് inertia of motion? Inertia of motion is defined as the inability of a body to change its state of motion itself. അതിന് തന്നെ അത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ വസ്തുവിന് അതിൻ്റെ ചലനാവസ്ഥയിൽ തന്നെ തുടരണം. അതിൻ്റെ ആ അവസ്ഥക്ക് മാറ്റം വരുത്താനുള്ള ഒരു കഴിവ് അതിനില്ല. ആ ഒരു കഴിവില്ലായ്മയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? inertia of motion എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ എന്താണ് ഇനേഷ്യ ഓഫ് റെസ്റ്റ്, എന്താണ് ഇനേഷ്യ ഓഫ് മോഷൻ എന്നുള്ളത് കണ്ടു. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇനേഷ്യ എന്നുള്ളത് നമുക്ക് പറഞ്ഞൂടെ? എന്താ ഇനേഷ്യ എന്ന് പറയുന്നത്? ഓക്കെ, നമുക്ക് പറയാൻ പറ്റും. നിങ്ങളെല്ലാവരും അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട് അല്ലേ? നിങ്ങൾ പറഞ്ഞതും ഞാൻ പറയുന്നതും ഒന്ന് തന്നെയാണെന്നൊന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ, സോ ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് state of rest or of uniform motion along a straight line by itself. എന്താണ്? The inability of a body to change its state of rest or of uniform motion along a straight line by itself. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥക്കോ ചലനാവസ്ഥക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെയാണ് നമ്മൾ ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇനി നാം ഇനേർഷ്യക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നമ്മൾ ഒന്ന് ആലോചിച്ച് വെക്കുക. ഇനി ഇത് വെച്ചിട്ടാണ്, ഈ ഇനേർഷ്യയെ ബേസ് ചെയ്തിട്ടാണ് ന്യൂട്ടൺ അദ്ദേഹത്തിൻ്റെ ഒന്നാം ചലന നിയമം ആവിഷ്കരിച്ചത്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് എന്താണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്നുള്ളത്. അപ്പോൾ എന്താ? Every object continuous in its state of rest or of uniform motion along a straight line unless an unbalanced external force acts on it. This is Newton's first law of motion. എന്താ? അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരുന്നതാണ്. ഇതാണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എന്താണ്? എവരി ഒബ്ജക്റ്റ് കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ along a straight line unless an unbalanced external force acts on it. This is Newton's first law of motion. അപ്പോൾ എന്താണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്നുള്ളത് നാം പഠിച്ചു കഴിഞ്ഞു. ഇതൊന്നും കൂടെ നമുക്ക് വ്യക്തമാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു വീഡിയോ ശ്രദ്ധിക്കാം. Newton's first law of motion. In our everyday life, we observe that effort is required to put a stationary object into motion or to stop a moving object. Have you ever wondered if a ball kicked on the ground would keep moving forever or after some time would naturally stop moving? The ball will continue to move unless an object of force stops it. Here comes Newton's first law, which states a body continues to be in its state of rest or of uniform motion unless acted upon by an unbalanced external force. To understand Newton's first law, you need to understand what unbalanced force is. If you have seen a game of tug of war, you would have seen two teams pulling a rope in opposite directions. If the rope doesn't move, the forces applied by the teams are balanced forces as they are of equal magnitude in opposite direction. If one of the team applies greater force, it pulls the other team and the rope towards their side. In this case, the forces are unbalanced as the two forces are of unequal magnitudes in the opposite directions. If one of the team lets go of the rope, the opposite team falls backwards. This tendency to fall backwards despite letting go of the rope is due to inertia. That is, if an object is at rest, it tends to remain at rest, and if it is in motion, it tends to stay in motion. This property of an object is called its inertia. Inertia can be classified into three categories: inertia of rest, inertia of direction, inertia of motion. Certain experiences that we have while traveling in a bus can be explained on the basis of the law of inertia. When a passenger is standing in a stationary bus that suddenly moves, the movement pushes the passenger backward. Why does this happen? This is due to the inertia of rest experienced by the passenger in the upper part of his body. The body is at rest when the bus is at rest.
When the bus starts all of a sudden, the lower part of the body is in contact with the vehicle that started moving, whereas the upper part of the body continues to be at rest because of the inertia of rest. Inertia of rest is the tendency of a body to resist any change in its state of rest. What happens when a fast-moving bus negotiates a right-hand curve on the road? The passengers will tilt to the left. Inertia of direction is the tendency of a body to oppose any change in the direction of its motion. With the application of sharp brakes, the bus stops all of a sudden and the passengers tend to fall forward. This is due to inertia of motion experienced by the upper part of the body. When the bus is moving, the whole body of the passenger is in a state of motion. A sudden halt caused by the lower part of the passenger's body that is in contact with the bus comes to rest. However, the upper portion of the body remains in the state of motion due to the inertia of motion causing the passenger to fall forward when the bus stops suddenly. Inertia of motion is a tendency of a body to resist a change in its state of uniform motion. Thus, Newton's first law is also called the law of inertia. Well, now this law should make sense. Do you understand why a ball on the ground after being kicked does not keep moving forever? The ball stops after some time due to the unbalanced external force applied by the ground in the opposite direction. Things to remember. Newton's first law of motion states that a body continues to be in its state of rest or of uniform motion unless acted upon by an unbalanced external force. Two unequal, oppositely exerted forces are called unbalanced forces. Newton's first law is also known as the law of inertia. The tendency of an object to continue its state of rest or of uniform motion in a straight line is called inertia. The three types of inertia are inertia of rest, inertia of motion, and inertia of direction. ഇനി നാം കണ്ട വീഡിയോയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ കുറച്ച് ഉദാഹരണങ്ങളാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റിനും അതുപോലെ തന്നെ ഇനേർഷ്യ ഓഫ് മോഷനും. നമുക്ക് കണ്ടോക്കിയാലോ? ഓക്കെ, ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് അല്ലേ ഒരു ഉദാഹരണമാണ് when the branch of a mango tree is shaken, mangoes fall. മാവിൻ്റെ കൊമ്പ് കുലുക്കുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങ എന്ത് ചെയ്യുന്നു? അടർന്നു വീഴുന്നു. രണ്ടാമത്തെ എക്സാമ്പിൾ when the carpet is trapped, dust particle scatters. കാർപ്പറ്റിൽ നിന്നും പൊടി നീക്കം ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നു? നാം കാർപ്പറ്റ് തൂക്കിയിട്ട ശേഷം വടി കൊണ്ട് നാം എന്ത് ചെയ്യുന്നു? തട്ടിക്കൊടുക്കുന്നു. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആ പൊടിപടലങ്ങൾ പുറത്തു പോകുന്നത്. മൂന്നാമത്തെ എക്സാമ്പിൾ when the coin on a cardboard placed over a glass is struck, it falls into the glass. എന്താ നമ്മൾ ചെയ്യുന്നത്? നാണയത്തുട്ടുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ച ശേഷം ഒരു കത്തി ഉപയോഗിച്ച് ഏറ്റവും അടിയിലെ നാണയം തട്ടിത്തെറിപ്പിക്കുമ്പോൾ മറ്റു നാണയങ്ങൾ അതേ അടുക്കിൽ തന്നെ തുടരുന്നു. ഇനി ഇനേർഷ്യ ഓഫ് മോഷൻ എക്സാമ്പിൾ ഏതൊക്കെയാണ്? എ റണ്ണിങ് അത്ലറ്റ് കനോട്ട് സ്റ്റോപ്പ് ഹിംസെൽഫ് അബ്രപ്റ്റ്ലി അറ്റ് ദ ഫിനിഷിംഗ് പോയിന്റ്. ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. അതെന്ത് കാരണം? ഇനേർഷ്യ ഓഫ് മോഷൻ കാരണമാണ്. രണ്ടാമത്തെ ഉദാഹരണം എ മാൻ സ്റ്റെപ്പിംഗ് ഡൗൺ ഫ്രം എ സ്ലോലി മൂവിംഗ് ബസ് സ്റ്റോപ്സ് ആഫ്റ്റർ ഫ്യൂ സ്റ്റെപ്സ് ഓഫ് റണ്ണിങ്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്നും ഇറങ്ങുമ്പോൾ പെട്ടെന്ന് നിൽക്കാൻ ശ്രമിച്ചാൽ മുന്നോട്ട് വീഴുന്നു. ഇൻ ഹാമർ ത്രോ ബിഫോർ ദ ഹാമർ ഇസ് ലെറ്റ് ഗോ ഓഫ് ഇറ്റ് ഈസ് വേൾഡ് അലോങ് എ സർക്കുലർ പാത്ത് അല്ലേ. അതുപോലെ തന്നെയാണ് എന്ത് ഹാമർ ത്രോയിൽ നമ്മൾ ഹാമർ എറിയുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നു? നമ്മളത് സർക്കുലർ പാത്തിൽ ഒന്ന് ചുറ്റുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് മോഷൻ. അതുപോലെ വേറെ എക്സാമ്പിളാണ് ലോങ് ജമ്പ് ചാടുന്ന അത്ലറ്റ് അല്പം അകലെ നിന്നും സ്പീഡിൽ ഓടി വരുന്നതും എന്ത് കാരണമാണ്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൂടുതൽ ദൂരം ചാടാനായിട്ട് സാധിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ്, അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക. ഫൈൻഡ് ഔട്ട് ദ റീസൺസ് ഫോർ ദ സിറ്റുവേഷൻസ്. ഫസ്റ്റ് വൺ,
Place some carom board coins in a pile. Using the striker, strike out the coin at the bottom. What do you observe? What is the reason? Already നമ്മൾ കണ്ടതാണ്. Only the coin at the bottom is thrown away. Others will remain in the previous stage. Second question. When a running bus is suddenly stopped, passengers standing in the bus show a tendency to fall forward. This is because of the passengers start to move forward due to the tendency to continue its state of motion. Third question. Place a small brick on a plank. When the plank is pulled suddenly, the brick remains in the same position as before. This is due to tendency to continue in the state of rest. Fourth question. When a bus moves forward suddenly from rest, the standing passengers tend to fall backward. This is because of due to the tendency to continue in their state of rest. Last question. Accidents that happen to passengers who do not wear seat belt are more fatal. The passengers inside the vehicle have the tendency to move forward due to inertia of motion. രണ്ട് ചോദ്യം കൂടെ നോക്കാം. An athlete doing a long jump starts his run from a distance. This activity helps to cover long distance by utilizing inertia of motion. Second question. A running elephant cannot change its direction suddenly. Answer. Mass of elephant is greater, so the inertia of motion also be greater. Also, it cannot be able to change its direction suddenly. ഇനി നാം നോക്കുന്നത് എന്താണ് മാസും ഇനേർഷ്യയും തമ്മിലുള്ള ബന്ധം എന്നുള്ളതാണ്. നമുക്കറിയാം. അപ്പോൾ നമുക്ക് നോക്കാം. It is dangerous for loaded vehicles to negotiate a curve in the road without reducing speed. What is the reason? ഭാരം കയറ്റിയ വാഹനങ്ങൾ വേഗം കുറക്കാതെ വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടത്തിന് കാരണമാവാറുണ്ട്. എന്തായിരിക്കും കാരണം? Loaded vehicles possess more inertia of motion. As mass increases, inertia also increases. അപ്പോൾ ലോഡഡ് ആയിരിക്കുന്ന വെഹിക്കിൾസിന് എന്ത് കൂടുതലായിരിക്കും? ആ ഇനേർഷ്യ ഓഫ് മോഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ആ ലോഡഡ് വെഹിക്കിളാണ്, അപ്പോൾ അതിൻ്റെ മാസ് വളരെ കൂടുതലാണ്, അപ്പോൾ അതിൻ്റെ ഇനേർഷ്യ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ അത് വളരെ സ്പീഡിൽ സഞ്ചരിക്കും. അപ്പോൾ അത് കൂടുതൽ അപകടത്തിന് എന്തായിരുന്നു? കാരണമായിട്ട് തീരുന്നു. ഇനി it is more difficult to roll a filled tar drum than an empty drum. അല്ലേ? ടാർ നിറച്ച ഒരു വീപ്പ ഉരുട്ടി നീക്കുന്നത് ഒഴിഞ്ഞ ഒരു ടാർ വീപ്പ ഉരുട്ടുന്നതിനേക്കാൾ നമുക്ക് കൂടുതൽ പ്രയാസകരമാണ്. അല്ലേ? which to of has a greater mass. ഏതിനാ കൂടുതൽ മാസ് ഉള്ളത്? ആ ഫിൽഡ് ടാറിനായിരിക്കും കൂടുതൽ മാസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഏതിനായിരിക്കും? which has greater inertia. yes, ഫിൽഡ് ടാർ ഡ്രമ്മിനായിരിക്കും കൂടുതൽ എന്തുണ്ടായിരിക്കുക? ഇനേർഷ്യ ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ഇനേർഷ്യ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? യെസ്, ഇനേർഷ്യ ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? when the mass increases, inertia also increases. when the mass decreases, inertia also decreases. ഇനി ഒരു ചോദ്യം നോക്കാം. if a tennis ball, അതിൻ്റെ മാസ് തന്നിട്ടുണ്ട് 58.5 gram and a cricket ball mass 163 gram are the reach a certain distance when hit with a cricket bat, which is to be hit with greater force, the tennis ball or the cricket ball. ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ചിട്ട് നിശ്ചലാവസ്ഥയിലുള്ള ഒരു ടെന്നീസ് ബോളും അതിൻ്റെ മാസ് 58.5 gram ആണ്. ക്രിക്കറ്റ് ബോളിൻ്റെ മാസ് എത്രയാണ്? 163 gram ആണ്. ഒരു നിശ്ചിത ദൂരത്തേക്ക് അടിച്ചു തെറിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഏതിലാണ് നമ്മൾ കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടത് വരിക? നമുക്കറിയാം ഏതിലായിരിക്കും? ക്രിക്കറ്റ് ബോളിലായിരിക്കും. ഓക്കെ. വിൽ ദ ചേഞ്ച് ഓഫ് വെലോസിറ്റി ടു ദ സെയിം ഇൻ ബോത്ത് കേസസ്? ഇപ്പം രണ്ടിലും പ്രവേഗമാറ്റം ഒരുപോലെ ആയിരിക്കുമോ? അല്ല അല്ലേ? വെലോസിറ്റീസ് ആർ ഡിഫറൻറ്റ് ഇൻ ബോത്ത് കേസസ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ മാസസ്. അപ്പോൾ മാസിൽ വ്യത്യാസമുള്ളത് കാരണം അവയുടെ വെലോസിറ്റിയും എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. സോ നമുക്ക് പറയാൻ പറ്റും ഇനേർഷ്യ ഓഫ് എൻ ഒബ്ജെക്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് മാസ്. വെൻ ദ മാസ് ഇൻക്രീസസ്, ഇനേർഷ്യ ഓൾസോ ഇൻക്രീസസ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനേർഷ്യ എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാസിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാസ് കൂടുമ്പോൾ ഇനേർഷ്യയും കൂടുന്നു. ഇനി നാം നോക്കാൻ പോകുന്നത് എന്താണ് മൊമെൻറ്റം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് മാതിരി ഉള്ള ഒരു പരീക്ഷണമാണ്. അതിൽ നിന്ന് നമുക്ക് എന്താണ് മൊമെൻറ്റം അല്ലെങ്കിൽ ആക്കം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സമാന ആകൃതിയും വലുപ്പവുമുള്ള 2 ഒഴിഞ്ഞ ഐസ്ക്രീം ബോളുകളാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന 2 ബോളുകൾ ഐസ്ക്രീം ബോളുകളാണെന്ന് വിചാരിക്കാം. അതിൽ ഒന്നിൻ്റെ പ്രത്യേകത, അതിൽ നമ്മൾ എന്ത് നിറച്ചിട്ടുണ്ട്? മണൽ നിറച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു പരന്ന പാത്രത്തിൽ നിറഞ്ഞ മണൽ നമ്മൾ പരത്തി വെച്ചതിന് ശേഷം ആ ബോളുകൾ ഒരേ ഉയരത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? മണലിലേക്ക് ഇടുന്നു. എന്താ ചെയ്തത്? ഒരേ ഉയരത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ബോളുകളും താഴേക്ക് ഇടുന്നു. ഒന്നിൻ്റെ പ്രത്യേകത എന്താ? അതിൽ മണലുണ്ട്, മറ്റേതങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ എന്ത് കാണാൻ പറ്റും നമുക്ക്? യെസ്, മണലിൽ കുഴികൾ രൂപപ്പെട്ടതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താ? ദ ഫെൽ ഡൗൺ വിത്ത് ദ സെയിം സ്പീഡ്, സ്റ്റിൽ വിച്ച് ബോൾ ഫോംഡ് ഡീപ്പർ പിച്ച് ഓൺ ദ സാൻഡ്? ബോൾ വിത്ത് ഹയർ മാസ് ഓർ ബോൾ വിത്ത് ലോവർ മാസ്? തുല്യ വേഗത്തിലെത്തിയിട്ടും ഇവയിൽ ഏത് ബോളാണ് മണലിൽ കൂടുതൽ താഴ്ച ഉണ്ടാക്കിയത്? യെസ്, മാസ് കൂടിയത് അല്ലേ? ബോൾ വിത്ത് ഹയർ മാസ്. ഇനി അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം നോക്കാം. ബുള്ളറ്റ്സ് ഫയർഡ് ഫ്രം എ ഗൺ പിയേഴ്സ് ത്രൂ എ ടാർഗറ്റ് ഒബ്ജക്റ്റ്. ഇഫ് സോ ഡസ് ദെയർ സ്പീഡ് ഇൻഫ്ലുവൻസ് ദ ഇമ്പാക്റ്റ് ദേ മേക്ക് അല്ലേ? തൂക്കിൽ നിന്ന് പായുന്ന വെടിയുണ്ട വസ്തുക്കളിൽ തുളച്ച് കയറുമെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ വസ്തുക്കളുടെ വേഗം അവ ഉളവാക്കുന്ന ആഘാതത്തെ അല്ലെങ്കിൽ ആ ഇമ്പാക്റ്റിനെ സ്വാധീനിക്കോ? യെസ്, തീർച്ചയായിട്ടും അല്ലേ? എത്ര ഫോഴ്സിലാണോ അത് വരുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും. അത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ തളച്ചിട്ട് അത് പെട്ടെന്ന് പുറത്തുകൂടെ തന്നെ പോകുന്ന കേസ് വരെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? അവിടെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ബൈ അലോയിങ് വൺ ഓഫ് ദ ബോൾസ് ടു ഫോൾ ഫ്രം ഡിഫറെൻറ്റ് ഹൈറ്റ്സ്. ഇനി ഈ ബോൾ തന്നെ വ്യത്യസ്ത ഉയരങ്ങളിൽ നിന്ന് താഴേക്കിട്ടിട്ട് നമ്മൾ ഈ പരീക്ഷണം ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. വാട്ട് ഹാപ്പൻസ് ടു ദ വെലോസിറ്റി ഓഫ് ബോൾ വെൻ ഇറ്റ് ഫോൾസ് ഫ്രം എ ഗ്രേറ്റർ ഹൈറ്റ്? ഇൻക്രീസസ് ഓർ ഡിക്രീസസ്? ഉയരം കൂടുമ്പോൾ മണലിൽ പതിക്കുന്ന ബോളിൻ്റെ പ്രവേഗത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടായത്? യെസ്, ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ വെലോസിറ്റി വിൽ ബി ഇൻക്രീസസ്. വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ സാൻഡ് വെൻ ഇറ്റ്സ് വെലോസിറ്റി ഓക്കെ എന്താ? ഇൻക്രീസസ് ആണോ ഡിക്രീസസ് ആണോ? അതിൻ്റെ ഇമ്പാക്റ്റ് എന്ത് ചെയ്യുന്നു? യെസ്, കൂടുന്നു അല്ലേ? പ്രവേഗം കൂടുന്നതിനനുസരിച്ചിട്ട് മണലിൽ ഉണ്ടാക്കിയ ആഘാതത്തിന് അതെന്ത് ചെയ്യുന്നു? കൂടുന്നു. The more the mass and the velocity of moving bodies, the more their impact. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഒരു വസ്തുവിൻ്റെ മാസും അതിൻ്റെ വെലോസിറ്റിയും ഒരു മൂവിങ് ബോഡിയുടെ കൂടാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇമ്പാക്റ്റും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസും പ്രവേഗവും കൂടുമ്പോൾ അവക്ക് ഉളവാക്കാൻ കഴിയുന്ന ആഘാതവും കൂടുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റും കൂടുന്നു. ദിസ് പ്രോപ്പർട്ടി ഇസ് കോൾഡ് മൊമെൻറ്റം. ഈ ഒരു പ്രോപ്പർട്ടിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൊമെൻറ്റം എന്ന് വിളിക്കുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. മൊമെൻറ്റം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് മൂവിങ് ഒബ്ജക്ട്സ്. എന്താ? ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ ഒരു സവിശേഷ ഗുണമാണ് എന്ത്? മൊമെൻറ്റം അല്ലെങ്കിൽ ആക്കം. It is measured as the product of mass of the body and its velocity. നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റും. It's the product of mass of the body and its velocity. മാത്രമല്ല momentum is a vector quantity. Momentum is a vector quantity. It has magnitude and direction. അപ്പോൾ ഇതെന്താണ്? ഒരു സദിശ അളവാണ്. ഇത് ഏത് ദിശയിലായിരിക്കും അനുഭവപ്പെടുന്നുണ്ടായിരിക്കുക? യെസ്, വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിലായിരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുക. സോ മൊമെൻറ്റം വിൽ ബി ഈക്വൽ ടു യെസ് മാസ് ഇൻറ്റു വെലോസിറ്റി, ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു mv. മൊമെൻറ്റത്തെ നമ്മൾ സൂചിപ്പിക്കുന്ന ഇംഗ്ലീഷ് ലെറ്റർ പി ആണ്. പി ഈസ് ഈക്വൽ ടു mv, ദാറ്റ് ഈസ് മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൊമെൻറ്റം. പി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി, ദാറ്റ് ഈസ് m ഇൻറ്റു വി. ദെൻ യൂണിറ്റ് ഓഫ് മൊമെൻറ്റം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? മാസിൻ്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. സോ നമുക്ക് യൂണിറ്റ് ഓഫ് മൊമെൻറ്റം ഈസ്
kilogram meter per second. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊമെൻറ്റം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് മൂവിങ് ഒബ്ജെക്ട്സ്. ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി. മൊമെൻറ്റം ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. മൊമെൻറ്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. യൂണിറ്റ് ഓഫ് മൊമെൻറ്റം ഈസ് kilogram meter per second. ഇനി നമ്മൾ പാർക്കുകളൊക്കെ നമ്മൾ ടൂർ പോകുന്ന കേസിൽ അല്ലേ, വലിയ ഉയരങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്, അതേ ഉയരങ്ങളിലേക്ക് തന്നെ തിരിച്ചു കയറുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്ര തത്വം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ്? ചലിക്കുന്ന വസ്തുക്കളുടെ ആക്കം അല്ലെങ്കിൽ മൊമെൻറ്റമാണ് ഇവിടെ പ്രയോജനപ്പെടുത്തി ഇരിക്കുന്നത്. ഇനി ഈ ഒരു മൊമെൻറ്റവുമായി ബന്ധപ്പെട്ട നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. എ കാർ ഓഫ് 1000 kilogram moves with a velocity of 10 meter per second. On applying brakes, it comes to rest in 5 seconds. Then what are its initial momentum and final momentum? 1000 കിലോഗ്രാം മാസുള്ള ഒരു കാറ് 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു. ബ്രേക്കുകൾ പ്രവർത്തിപ്പിച്ച് 5 സെക്കൻഡ് കൊണ്ട് അത് നിശ്ചലമാകുന്നു. എങ്കിൽ കാറിൻ്റെ ആദ്യ ആക്കവും അന്ത്യാക്കവും എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എഴുതാം. മാസ് എത്രയാണ്? 1000 കിലോഗ്രാം ആണ് അല്ലേ. ഇനി ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഫൈനൽ വെലോസിറ്റി, അത് ബ്രേക്ക് ഇട്ടപ്പോൾ എന്തായി? അത് റെസ്റ്റിലെത്തി അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള ഫൈനൽ വെലോസിറ്റി എന്തായിട്ട് മാറുന്നു? 0 ആയിട്ട് മാറുന്നു. ഇനി അവിടെ ടൈമും നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 5 സെക്കൻഡ് ആണ് എന്നുകൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഇനീഷ്യൽ മൊമെൻറ്റം നമുക്കറിയാം P=mv ആണ്. അപ്പോൾ അതുകൊണ്ട് ഇനീഷ്യൽ ആയത് കാരണം നമ്മൾ അതിനെ u എന്നുള്ള ലെറ്റർ വെച്ചിട്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ P= ആദ്യം mu കണ്ടുപിടിക്കുന്നു. mu എത്രയും മാസ് ഇൻറ്റു വെലോസിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു 10. അപ്പോൾ നമുക്ക് ഇത്ര കിട്ടി? 10,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഈ ഫൈനൽ മൊമെൻറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു? അതിനെ നമ്മൾ mv എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ മാസ് 1000 ആണ്. വെലോസിറ്റി എത്രയാണ്? 0 ആണ്. അപ്പോൾ 0 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഒന്നുമില്ല, തന്നുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി, മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനീഷ്യൽ മൊമെൻറ്റം mu ആണ്, ഫൈനൽ മൊമെൻറ്റം mv ആണ്. സോ നമ്മൾ mu കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. A hockey ball of mass 200 gram hits on a hockey stick with a velocity 10 meter per second. Calculate the change in momentum if the ball bounces back on the same path with the same speed. 200 ഗ്രാം മാസുള്ള ഒരു ഹോക്കി ബോള് 10 മീറ്റർ പെർ സെക്കൻഡിൽ വേഗത്തിൽ ഹോക്കി സ്റ്റിക്കിൽ വന്ന് തട്ടുന്നു അല്ലേ. ഇത് അതേ വേഗത്തിൽ അതേ പാതയിൽ തന്നെ തിരിച്ചു പോയാലുള്ള ആക്ക വ്യത്യാസം, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഓക്കെ, എങ്ങനെ നമുക്ക് കിട്ടും നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എഴുതാം. മാസ് തന്നിട്ടുണ്ട് അല്ലേ, അത് 200 ഗ്രാം ആണ്. നമുക്കറിയാം 200 ഗ്രാമിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? SI യൂണിറ്റിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 200 ഡിവൈഡ് ബൈ 1000 ഈസ് ഈക്വൽ ടു 0.2 കിലോഗ്രാം എന്ന് കിട്ടും. ഇനി ഇനീഷ്യൽ മൊമെൻറ്റം നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇനീഷ്യൽ മൊമെൻറ്റം എന്താ? mu. നമ്മൾ നേരത്തെ കേസിൽ കണ്ടുപോലെ ഇനീഷ്യൽ മൊമെൻറ്റം മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ 0.2 ഇൻറ്റു 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഫൈനൽ മൊമെൻറ്റം എന്താ? mv ആണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ അതെന്ത് ചെയ്യുന്നു? ബൗൺസ് ബാക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കണം. അപ്പോൾ -0.2 ഇൻറ്റു 10 വിൽ ബി ഈക്വൽ ടു -2 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. ഇനി എങ്ങനെ നമ്മൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം കണ്ടുപിടിക്കുന്നു? mv മൈനസ് mu. ഓക്കെ, എന്താ? അതായത് അന്ത്യാക്കം മൈനസ് ആദ്യ ആക്കം അല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. സോ നമുക്ക് -2 ദാറ്റ് വിൽ ബി ഈക്വൽ ടു -4 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ അതിനെ മാസിനെ കൺവേർട്ട് ചെയ്തു, കിലോഗ്രാമിലേക്ക് മാറ്റി. ഇനീഷ്യൽ മൊമെൻറ്റം കണ്ടുപിടിച്ചു, ഫൈനൽ മൊമെൻറ്റം കണ്ടുപിടിച്ചു. ദെൻ ചേഞ്ച് ഇൻ മൊമെൻറ്റം മൈനസ് ചെയ്തിട്ട് നമുക്ക് കിട്ടി -4 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ ലോഡഡ് ലോറി ഓഫ് മാസ് 12,000 kilogram moves with a velocity of 12 meter per second. Its velocity becomes 10 meter per second after 5 seconds.
എന്താ ഭാരം നിറച്ച 12,000 കിലോഗ്രാം മാസുള്ള ലോറി 12 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ ചലിക്കുന്നു അല്ലേ. 5 സെക്കൻഡിന് ശേഷം പ്രവേഗം എത്രയായിട്ട് മാറുന്നു? യെസ്, 10 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വാട്ട് ഈസ് ദ ഇനീഷ്യൽ മൊമെൻറ്റം ആൻഡ് ഫൈനൽ മൊമെൻറ്റം? വാട്ട് ഈസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം? വാട്ട് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം? അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും ഇനീഷ്യൽ മൊമെൻറ്റ് എന്താണ്, ഫൈനൽ മൊമെൻറ്റ് എന്താണ്, ചേഞ്ച് ഇൻ മൊമെൻറ്റ് എന്താ. ഇത്രയും വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ പുതിയതായിട്ട് ചോദിച്ചിട്ടുണ്ട്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുന്നു? ഇനീഷ്യൽ മൊമെൻറ്റം കണ്ടുപിടിക്കുന്നു. എങ്ങനെ? യെസ്, ഇനീഷ്യൽ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു MU. അപ്പോൾ 12,000 × 12 എത്ര വരും? 1,44,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഫൈനൽ മൊമെൻറ്റം നമുക്ക് എങ്ങനെ കിട്ടും? MV അല്ലേ. അപ്പോൾ 12,000 × 10 എത്ര? 1,20,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. ഇനി ചേഞ്ച് മൊമെൻറ്റം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? യെസ്, MV മൈനസ് MU. അപ്പോൾ നമുക്ക് കിട്ടി 1,20,000 മൈനസ് 1,44,000 എത്ര വരും? -24,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു പുതിയൊരു കാര്യം കൂടെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു, ഏതായിരുന്നു? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം. സോ അതെങ്ങനെ കിട്ടും? നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. MV മൈനസ് MU ബൈ T. എന്താണ്? MV മൈനസ് MU ബൈ T. അതായത് ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം. യൂണിറ്റ് ടൈമിൽ എത്ര ചേഞ്ച് ഇൻ മൊമെൻറ്റം ഉണ്ടാകുന്നു എന്ന് കണ്ടുപിടിച്ചാൽ മതി. സോ നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. എന്ത് ചെയ്താൽ മതി? MV മൈനസ് MU നമുക്ക് കിട്ടിയിട്ടുണ്ട്. മൈനസ് 24,000 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 4,800 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, നമുക്കറിയാം മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. യെസ്, ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് മൊമെൻറ്റത്തിൽ എന്ത് വരുന്നു? ബൈ T വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്തായിട്ട് വരും? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഒന്നുമില്ല, ഇനീഷ്യൽ മൊമെൻറ്റം MU വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു, ഫൈനൽ മൊമെൻറ്റം MV വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു, ദെൻ ചേഞ്ച് ഇൻ മൊമെൻറ്റം MV മൈനസ് MU വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു, ദെൻ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം MV മൈനസ് MU ബൈ T വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ നല്ല രൂപത്തിൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തുള്ള തുടർ പ്രവർത്തനങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു നോക്കുക. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് നാം പഠിച്ചതിനൊക്കെയായിരുന്നു യെസ്, ഒരു ബോഡി മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താവശ്യമാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. എന്താണ് ബാലൻസ്ഡ് ഫോഴ്സസ്, എന്താണ് അൺബാലൻസ്ഡ് ഫോഴ്സസ്. ദെൻ നമ്മൾ അവിടെ നിന്ന് ഗലീലിയോ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മളെത്തി. അവിടെ നിന്ന് നമ്മൾ ഇനേർഷ്യ എന്താണ്, ഇനേർഷ്യ ഓഫ് മോഷൻ എന്താണ്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നീട് നമ്മൾ എന്താണ് ഇനേർഷ്യ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. ഒരുപാട് എക്സാമ്പിൾസൊക്കെ നമ്മൾ ചെയ്തു. പിന്നീട് നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ് മാസും ഇനേർഷ്യയും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് പഠിച്ചു. പിന്നീട് നമ്മൾ കണ്ടത് എന്തായിരുന്നു? യെസ്, മൊമെൻറ്റം എന്നുള്ള ഒരു പ്രോപ്പർട്ടി കൂടെ നമ്മൾ പഠിച്ചു. അപ്പോൾ നല്ല രൂപത്തിൽ ക്ലാസ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കണ്ട് നല്ല രൂപത്തിൽ നിങ്ങൾ പഠിച്ച് മുന്നേറുക. ഓക്കെ, ഇതിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.